everyone, welcome back. Elemental Masterclass-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എക്സ്ചേഞ്ചസിനെ കുറിച്ചാണ്. എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിന്റെ സ്റ്റോക്സ് കാണപ്പെടുന്ന ഏരിയയാണ് നമ്മൾ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. നമ്മൾ സിംപിളി ഒരു മാർക്കറ്റ് അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു എൻ മാർക്കറ്റും ബി മാർക്കറ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നിനെ നമ്മൾ എന്താണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ഒരു 20% എന്താണ് IPO ചെയ്ത് പുറത്തേക്ക് വരുന്ന കമ്പനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കൂടുതൽ ആ ഒരു സ്റ്റോറി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു 60%ഉം ഇവിടെ ഒരു 40% എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പുറത്തേക്ക് വരുന്ന IPO ചെയ്ത് വരുന്ന കമ്പനിയുടെ പെർസെൻറ്റേജ് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് NSE എക്സ്ചേഞ്ചിലും അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പ്ലിറ്റിങ്ങിൽ ഇത്തിരി കൂടുതൽ കിട്ടുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്, കുറവ് കിട്ടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാണപ്പെടുന്ന ചിലപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി സെയിം കമ്പനി ആയിരിക്കും, ചിലപ്പോൾ ഇത് തമ്മിൽ സെയിം NSE കാണുന്നതും അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണുന്നതും ചിലപ്പോൾ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസിൽ പ്രൈസിൽ കാണാൻ സാധിക്കും. അതായത് ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്, അതായത് ഈ ഒരു 20%നെ സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ കിട്ടുമ്പോൾ ഇവിടെ കൂടുതൽ ബയേഴ്സ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഈ രണ്ട് എക്സ്ചേഞ്ചസിൽ തമ്മിൽ തന്നെ കാണാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് 1992 സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫുൾ ഇലക്ട്രോണിക്കലി ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിനിമയിലും നമുക്ക് കാണാം ആൾക്കാരിൽ നിന്ന് നോട്ട് പാഡിൽ എഴുതി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എറർ മാറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റെവല്യൂഷൻ ആയിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേസമയം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും എന്താണ് പണ്ടത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി യങ് ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത്തിരി എന്താ പറയാ ഓൾഡ് ആണ്. അപ്പോൾ ഇവര് ചെയ്തുകൊണ്ടിരുന്നത് പേപ്പർ ട്രേഡിംഗ് ആയിരുന്നു. അതായത് പേപ്പറിൽ എഴുതി ചെയ്തുകൊണ്ടിരുന്ന ട്രേഡ് ആയിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇലക്ട്രോണിക്കലി കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാ സംഭവവും ഇലക്ട്രോണിക്കലി ആക്കിയത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ കമ്പനീസിന്റെ സ്പ്ലിറ്റ് ഈ ഒരു 20% സ്പ്ലിറ്റ് NSE എത്താൻ കാരണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 60 or 70% ഈ ഒരു കമ്പനിയുടെ പെർസെൻറ്റേജ് എത്താൻ കാരണം. ഇവിടെ കുറവ് എത്താൻ കാരണം എന്താണ്? ഈ ഒരു സമയത്ത് അവരെന്ത് ചെയ്തു? അവിടെ പേപ്പർ ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത് രണ്ടും ഇലക്ട്രോണിക്കാണ്. പക്ഷെ എന്താണ് ആ ഒരു ബൂം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ ട്രസ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഹ്യൂമൻസ് വരുത്തുന്ന കറപ്ഷൻസ് ഒന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാവില്ല, കാരണം അതെല്ലാം ഇലക്ട്രോണിക് ആണ്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡിസസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഇപ്പോ റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അതിൻ്റെതായ ഒരു ചാർട്ട് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഏകദേശം ഒരു 16,000 കമ്പനി എന്തുണ്ട് NSE ലിസ്റ്റഡ് ആണ്. ഈ 6,000 കമ്പനിയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസിനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 10-50 കമ്പനീസിനെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 10-50 കമ്പനീസിനെ സെലക്ട് ചെയ്ത് അതിനെല്ലാത്തിനും അതിൻ്റെതായ ഇൻഡിവിജ്വൽ ചാർട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പ്രൈസസ് ഉണ്ട്. ഈ പ്രൈസസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു ചാർട്ട് കിട്ടും. ഓക്കെ, ചാർട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അത് എന്താണ്? അതിനെയാണ് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുന്നത്. സിംപ്ലി വേറൊന്നുമില്ല, NSE ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 50 കമ്പനീസിന്റെ ഒരു ആവറേജ് എടുത്തിട്ട് ആ ഒരു പ്രൈസിങ്ങിനെയും ആ ഒരു ചാർട്ടിനെയും കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലോ ഇതിലും ഏകദേശം 16,000 കമ്പനീസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കമ്പനീസിലെ നമുക്ക് എന്താണ് ഇത്രയും കമ്പനീസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള
30 കമ്പനീസ്, അതായത് ഇതേപോലെ തന്നെ റിലയൻസിനും ടാറ്റ മോട്ടോഴ്സിനും അതിൻ്റെതായ സ്റ്റോക്ക് പ്രൈസും ചാർട്ട്സും ഉണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ചാർട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ചാർട്ട്സും അതേപോലെ തന്നെ പ്രൈസും കൂടെ കമ്പൈൻ ചെയ്ത് BSEയിൽ കാണപ്പെടുന്ന 30 കമ്പനീസ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 30 കമ്പനീസിനെ സെലക്ട് ചെയ്ത് അതിന്റെ സ്റ്റോക്ക് പ്രൈസ് കമ്പൈൻ ചെയ്ത് നമുക്കൊരു പ്രൈസും അതേപോലെ തന്നെ ഒരു ചാർട്ടും നമുക്ക് കിട്ടും. ഇതിനെയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻസെക്സ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, NSEയിൽ കാണപ്പെടുന്ന 50 കമ്പനീസിന്റെ എല്ലാ ചാർട്ടും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഡെറിവേറ്റീവിനെ നമ്മൾ പറയുന്നത് നിഫ്റ്റി 50 എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്, എക്സ്ചേഞ്ചസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം മാത്രം അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ ഗൈസ്, ടേക്ക് എ ബൈ.